السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. ഏറെ സ്നേഹം നിറഞ്ഞ ഒറ്റപ്പാലം മണ്ഡലം ഫാമിലി കോൺഫറൻസിൻ്റെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ സംസ്ഥാന ഘടകം മുതൽ അതിൻ്റെ ഏറ്റവും താഴെയുള്ള ശാഖാ ഘടകം വരെ നടത്തിപ്പോരുന്ന ഒരു പരിപാടിയുടെ ഭാഗമായാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. കേരളത്തിലെ വ്യത്യസ്തമായ ജില്ലകളിലൂടെ ഫാമിലി കോൺഫറൻസ് കടന്നു പോവുകയും ശേഷം ഇപ്പോൾ അത് മണ്ഡല തലങ്ങളിൽ നടന്നു വരികയുമാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രോഗ്രാം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് ആദ്യമായി നമ്മളെല്ലാവരും കേൾക്കേണ്ടതും അറിയേണ്ടതും. ഒരുപക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് ഇതൊരു കുടുംബ സംഗമമായോ ഫാമിലി കോൺഫറൻസ് എന്ന പേര് കേൾക്കുമ്പോൾ കുടുംബം ഒത്തുകൂടുന്ന ഒരിടമായോ തോന്നുന്നുണ്ടെങ്കിൽ അതല്ല ഈ ഒരു വേദിയുടെ ഉദ്ദേശം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാമിലി കോൺഫറൻസ് എന്ന പേരിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഏറെ ഖേദകരമായി തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിനുള്ള കാരണം, സാധാരണ കുടുംബ സംഗമങ്ങൾക്ക് അപ്പുറത്തേക്ക്, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് അപ്പുറത്തേക്ക് പുതിയ കാലത്ത് കുടുംബത്തെ തകർക്കുന്ന, കുടുംബത്തെ വെല്ലുവിളിക്കുന്ന, വിവാഹ സംവിധാനം വേണ്ട എന്ന് പറയുന്ന, ബന്ധങ്ങളും കെട്ടുപാടുകളുമെല്ലാം ബുദ്ധിമുട്ടാണ് എന്ന് വാദിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നു എന്നത് ഏറെ ആശങ്കയോടുകൂടിയാണ് നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫാമിലി കോൺഫറൻസിന്റെ പ്രാഥമികമായ ലക്ഷ്യം എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇത് കുടുംബ സംവിധാനത്തെ സംരക്ഷിക്കാനുള്ളതാണ് എന്നതാണ്. എന്തുകൊണ്ട് കുടുംബ സംവിധാനം സംരക്ഷിക്കപ്പെടണം? അത് സംരക്ഷിക്കപ്പെടാനുള്ള ഏറ്റവും ആദ്യത്തെ കാരണമെന്ന് പറയുന്നത് കുടുംബം സുരക്ഷിതത്വമാണ് എന്നുള്ളതാണ്. നമ്മളെ എല്ലാവരെയും സംരക്ഷിച്ചു നിർത്തുന്ന, നമ്മുടെ എല്ലാവരുടെയും അഡ്രസ്സായി നിൽക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യമായി മാറാറുള്ള കുടുംബം എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതത്തിലെ സംരക്ഷണമാണ്. ആ കുടുംബം തകർക്കപ്പെടുന്നതോടുകൂടി തികഞ്ഞ അരക്ഷിതാവസ്ഥയിലേക്ക് മനുഷ്യൻ എടുത്തെറിയപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഫലസ്തീനിൻ്റെയും ഇസ്രായേലിൻ്റെയും ഒരുപാട് വിഷയങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം ലോകം മറ്റൊരു മേഖലയിലേക്ക് ക്യാമറ കണ്ണുകൾ തിരിച്ചൊരു സമയത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഒരുപക്ഷെ മാധ്യമങ്ങളുടെ പ്രൈം ടൈം ചർച്ചകൾക്കോ നമ്മൾ പൊതുവിൽ പത്രവാർത്തകളുടെ ഹെഡ്ലൈനുകളോ മാത്രം വായിച്ചുകൊണ്ട് ലോകത്തെ വിലയിരുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അവിടെ നമ്മളെല്ലാവരും നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ അടിച്ചമർത്തപ്പെടുന്ന അത്തരം വിഭാഗങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് രണ്ട് കാരണങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്, ഇവിടെ കുടുംബ സംഗമം എന്ന പേരിൽ മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും എല്ലാം ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് സാധിക്കുന്നിടത്ത് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും എല്ലാം ശവശരീരങ്ങളെ പെറുക്കിയെടുക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഒരു ജനത തള്ളിയിടപ്പെട്ട നൂറ്റാണ്ടിലാണ് നാം ജീവിക്കുന്നത്. സ്വാഭാവികമായും ഒരു ഉമ്മത്ത് എന്ന നിലക്ക് നമുക്ക് വലിയ ഉത്തരവാദിത്തം ആ വിഷയത്തിലുണ്ട്. ഇന്ന് സുഡാനെ കുറിച്ചാണ് വലിയ ചർച്ചകൾ ലോകത്ത് നടക്കുന്നത്. ഏത് അടിച്ചമർത്തലാകളാവട്ടെ, ഏത് അനീതികളാവട്ടെ, ഏത് അക്രമങ്ങളാവട്ടെ, അതിനെയെല്ലാം മുക്തകണ്ഠം വിമർശിക്കുന്ന സ്വഭാവമാണ് ഇസ്ലാം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഇങ്ങോളമുള്ള ജൈത്രയാത്ര പരിശോധിക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും കാണാൻ സാധിക്കുന്നതും അത്തരത്തിൽ അനീതിക്കെതിരെയുള്ള വിപ്ലവ പോരാട്ടങ്ങൾ തന്നെയാണ്. അറേബ്യൻ ഉപദ്വീപിലെ ഒരുപാട് കൊള്ളരുതായ്മകൾക്ക് നടുവിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നത്. അവിടെ നിന്നും ആരംഭിക്കുന്ന ആ വിമോചന പോരാട്ടം ഇന്നും നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അവിടെ അത്തരത്തിലുള്ള അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങളെ എല്ലാം നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ഓർമ്മകളിലും എല്ലാം നിരന്തരം ഉണർത്തണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ. അതോടൊപ്പം തന്നെ രണ്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു വസ്തു,
ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ തീവ്ര പരിശോധന യജ്ഞം എന്ന പേരിൽ SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പേരിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാവിലെ തങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് വോട്ടർ കാർഡ് കാണിച്ചു കൊടുക്കുമ്പോൾ തങ്ങൾക്ക് വോട്ടില്ല എന്നാണ് അവിടെ പറഞ്ഞു വെച്ചത്. ആയിരങ്ങൾക്കല്ല പതിനായിരങ്ങൾക്കാണ് ബീഹാറിലെ ഇലക്ഷനിൽ കേവലം ദിവസങ്ങൾക്കിപ്പുറത്തേക്ക് വോട്ട് നഷ്ടപ്പെട്ടത്. എന്നാൽ അതേ സമാനമായ സംഭവം കേരളത്തിലും അധികം വൈകാതെ നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായി ആരംഭിച്ചിട്ടുള്ള BLOമാർ നമ്മുടെ വീടുകളിലേക്ക് എത്തി വോട്ടർ പട്ടിക പുനഃപരിശോധിക്കുന്ന ആ ഒരു പ്രക്രിയയെ അതിഗൗരവത്തോടു കൂടി നമ്മൾ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് പുതിയൊരു കാലത്ത് നാം നേരിടുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഏത് എന്ന് ചോദിക്കുന്നിടത്ത് നമ്മുടെ പൗരത്വം എന്നത്, നാം ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള അഭിമാനവും നാം ജനിച്ച നാട്ടിൽ അവിടെയുള്ള പൗരനായി ജീവിക്കുന്ന ഒരു സാഹചര്യത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറ്റപ്പെട്ടു എന്നത് അതിഗൗരവകരമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ SIRുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമ്മൾ സജീവമായി ഇടപെടണമെന്ന് മാത്രമല്ല, നമ്മുടെ അയൽ വീടുകളിൽ പ്രവാസികളായുള്ള ആളുകൾ ഉണ്ടാവും, അടച്ചിടപ്പെട്ട വീടുകൾ ഉണ്ടാവും. വ്യത്യസ്തമായ രൂപത്തിൽ അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ഇല്ലാത്ത സന്നിഹിതരല്ലാത്ത ആളുകൾ ഉണ്ടാവും. അവരെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അരക്കെട്ടുറപ്പിച്ച് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഞാനതിൻ്റെ ഒരു കാരണം പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് CAA NRC എന്ന പേരിൽ കേന്ദ്ര ഗവൺമെന്റ് മറ്റൊരു പുതിയ സംവിധാനത്തെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന പേരിൽ അന്നത് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങ് തലസ്ഥാന നഗരി മുതൽ ഇങ്ങ് കേരളത്തിലെ നമ്മുടെ ഓരോ മഹല്ലുകൾ വരെയും അതിനെതിരെ പ്രവർത്തിക്കാനുള്ള കാരണം അത് നമ്മുടെ അടിസ്ഥാന അവകാശത്തെ, ഭരണഘടന നൽകുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യത്തെ തകർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവിടെ അത് പാളിപ്പോയി എന്നത് പൂർണ്ണമായും ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവർ പുതിയൊരു ഐഡിയയുമായി, ടെക്നിക്കുമായി പുറത്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് പൗരത്വ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല SIR എന്ന ബോധ്യത്തോടു കൂടി ഇന്നത് പൗരത്വവുമായി ചോദ്യം ചെയ്യുന്ന വിഷയമാണെങ്കിൽ നാളെ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ രണ്ടാം കിട പൗരന്മാരായി ജീവിക്കേണ്ടി വരുമെന്ന സാഹചര്യത്തിലേക്ക് നമ്മളെ മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമമാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ആ വിഷയത്തെ കാണാൻ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, ഒരു ഫാമിലി കോൺഫറൻസിലാണ് നമ്മൾ. എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് എന്ന ചോദ്യത്തിന്റെ ഏറ്റവും പ്രാഥമികമായ ഉത്തരമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. കുടുംബത്തെ തകർക്കാൻ, കുടുംബത്തെ വെല്ലുവിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. എവിടെയാണ് അവർ പ്രവർത്തിക്കുന്നത്? നമ്മൾ ഏറെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാലാവസ്ഥയാണ് നിലവിലുള്ളത്. ഒരുപക്ഷെ ഈ കടമ്പുഴപ്പുറം അങ്ങാടിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ചെറുപ്പളശ്ശേരി അങ്ങാടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കിന്ന് അറിയില്ല. ഒരാളെ വിളിച്ചു ചോദിച്ചാലോ അവിടെ ഒരു വീഡിയോ ലഭിച്ചാലോ മാത്രമാണ് നമുക്കത് അറിയാൻ സാധിക്കുക. എന്നാൽ ഞാൻ പറയുന്നു, നമ്മളെല്ലാവരും ഇരിക്കുന്ന ഇതേ സദസ്സിൽ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ളയാൾ, അയാളുടെ മൊബൈൽ സ്ക്രീനിൽ കാണുന്ന കാഴ്ചകൾ പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ, നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്തത്രയും കാലം മാറിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും, എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും മൊബൈൽ സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാഴ്ചകളെല്ലാം വ്യത്യസ്തമാണ്. എങ്ങനെയാണത് വ്യത്യസ്തപ്പെടുന്നത്? നമ്മുടെ കൃത്യമായ ആലോചനകളെ മനസ്സിലാക്കി, നമ്മുടെ ചിന്തകളെ മനസ്സിലാക്കി, നാം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് മൊബൈൽ സ്ക്രീനിൽ നമുക്ക് കാര്യങ്ങളെ അവർ കാണിച്ചു തരാറുള്ളത്. സ്വാഭാവികമായി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിൽ വലിയൊരു വിടവ് സംഭവിച്ചു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വിഷയമായി സംസാരിക്കാനുള്ളത് പുതിയ കാലത്തെ പഴകിയ സംസ്കാരങ്ങൾ എന്നാണ്. എന്തുകൊണ്ടാണ് പുതിയ കാലം, ആധുനികത എന്നൊക്കെ നമ്മൾ പറയുന്നത്? അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, സാധാരണ 2000-ങ്ങൾക്ക് മുൻപ് ജനിച്ച ആളുകൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളൊക്കെ കൂടുതലും ഈ 2000-ങ്ങൾക്ക് മുൻപ് ജനിച്ച ആളുകളാണ്. നിങ്ങളെല്ലാം പുതിയ ഭാഷയിൽ പറയുക ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്നാണ്. അഥവാ മൊബൈൽ സ്ക്രീനിലേക്കും ഇത്തരം സോഷ്യൽ മീഡിയയിലേക്കുമെല്ലാം ചേക്കേറിയ പ്രവാസികളായ, അതല്ലെങ്കിൽ അവിടേക്ക് പലായനം ചെയ്ത ആളുകളാണ് എന്നാണ്. എന്താണ് അങ്ങനെ പലായനം ചെയ്താൽ സംഭവിക്കുക? ഇവിടുന്ന് ദുബായിലേക്ക് പോയി പണിയെടുക്കാൻ പോയൊരു മനുഷ്യൻ 30 വർഷം ദുബായിൽ പണിയെടുത്താലും അവൻ ദുബായ്ക്കാരനല്ല. ഇവിടുന്ന് സൗദി അറേബ്യയിലേക്ക് പോയി 25 വർഷം പണിയെടുത്താലും അവൻ സൗദി അല്ല, അവൻ ഇന്ത്യക്കാരനാണ്. അതുപോലെ 2000-ങ്ങൾക്ക് ഇപ്പുറം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവമായി കടന്നു വന്ന ഈ ഡിജിറ്റൽ സോഷ്യൽ മീഡിയ ടെക്നോളജി, ആ ടെക്നോളജിയിലേക്ക് ചേക്കേറിയ, പലായനം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര തന്നെ പരിശ്രമിച്ചാലും നിങ്ങൾ ഈ ഡിജിറ്റൽ യുഗത്തിന്റെ ഭാഗമായി മാറുക എന്നത് സാധ്യമല്ല. എന്നാൽ
പുതിയൊരു തലമുറ ആ ഡിജിറ്റൽ യുഗത്തിലേക്ക് പിറന്നു വീണവരാണ്. ഒരുപക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുമക്കൾ ഒരു 2000-ങ്ങൾക്ക് ശേഷം ഇന്നൊരു 10, 15, 20 വയസ്സ് മുതലുള്ള ആ പ്രായത്തിലുള്ള മക്കൾ, അവരെല്ലാവരും ഈ സോഷ്യൽ മീഡിയ കാലത്ത് ജനിച്ച വീണ ആളുകളാണ്. സ്വാഭാവികമായും ഒരു കാലത്ത് നമ്മുടെ എല്ലാം നിലപാടുകളെയും ചിന്തകളെയും എല്ലാം എന്താണോ സ്വാധീനിച്ചിരുന്നത്, അത് നമ്മുടെ ബന്ധങ്ങളാവുന്നിടത്ത് നമ്മൾ ഒന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക്, നമ്മുടെ കാഴ്ചകൾക്കപ്പുറത്തേക്ക് പുതിയ കാലത്ത് നമ്മുടെ മക്കളെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത്, കാഴ്ച കാണുന്നത്, നിലപാടുകൾ തീരുമാനിക്കുന്നതെല്ലാം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ്. സ്വാഭാവികമായും ആ സോഷ്യൽ മീഡിയ കാഴ്ചകൾ ഇന്ന് വ്യാപകമായി അതിഭീകരമായി നമ്മുടെ സമൂഹത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെ? അവിടെ കേരളത്തിന്റെ സാംസ്കാരിക അടിത്തറ തന്നെ ഇളകിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ പറയാൻ. അതിന്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടമാണ് ഇന്ന് വരെയും നമ്മൾ കേൾക്കാത്ത ചില വാദങ്ങൾ നമ്മൾ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. കേരളക്കര പ്രബുദ്ധമാണ്, സാക്ഷരമാണ് എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ, നമ്മൾ കൃത്യമായ വിദ്യാസമ്പന്നരമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും മറുഭാഗത്ത് സെലിബ്രിറ്റികൾ എന്ന് വിളിക്കുന്ന, ഇൻഫ്ലുവൻസേഴ്സ് എന്നെല്ലാം വിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പറയുകയാണ് കുടുംബവും ബന്ധവും എല്ലാം വലിയ കെട്ടുപാടുകളാണ്, അതെല്ലാം വലിയ ബുദ്ധിമുട്ടുകളാണ് എന്ന്. എത്രത്തോളം എന്ന് വെച്ചാൽ സമീപകാലത്ത് നമ്മുടെ ഭാഷയിൽ മാത്രം, മലയാളത്തിൽ മാത്രം ഇറങ്ങിയ സിനിമകളും അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ റീലുകളും ഷോർട്സുകളും വീഡിയോസും എല്ലാം അതിഭീകരമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, അവരുടെ ആശയം എന്ന് പറയുന്നത് കുടുംബവും ബന്ധവും എല്ലാം വലിയ കെട്ടുപാടാണ് എന്നാണ്. ഒരുപക്ഷെ നമ്മൾ എല്ലാവരും അത്ഭുതത്തോടു കൂടി ഒരുപക്ഷെ നിശ്വാസമിടുന്ന ഒരു വാക്കാണ്, എന്താണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റിയത്? പുതിയ കാലത്ത് എന്താ ഇത്ര അനുസരണയില്ലായ്മ? ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാൻ എന്താ തയ്യാറാവാത്തത്? പക്ഷേ ആ വിഷയത്തിന്റെ കാരണം അന്വേഷിച്ച് നമ്മൾ ചെല്ലുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുടുംബത്തെയും വിവാഹത്തെയും വെല്ലുവിളിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ സർവ്വസന്നാഹവും ഉപയോഗിച്ച് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് യുക്തിവാദികളും നിരീശ്വരവാദികളുമാണ്. പലപ്പോഴും കേൾക്കാൻ വളരെ സുന്ദരമായ വാക്കുകളുമായാണ് അവർ കടന്നു വരാറുള്ളത്. സ്വാതന്ത്ര്യം, അവകാശം. നമ്മുടെ കുട്ടികളുടെ ക്യാമ്പസ് ഇടങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലെക്സ് ബോർഡുകൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും വിപ്ലവത്തെക്കുറിച്ചും സംസാരിക്കുന്നതാണ്. സ്വാതന്ത്ര്യം കേൾക്കാൻ ഭയങ്കര രസമുള്ള വാക്കല്ലേ? എന്താ സ്വാതന്ത്ര്യത്തെ തടയുമ്പോൾ പ്രശ്നം? സ്വാതന്ത്ര്യം എന്നുള്ളത് അതിരും എതിരുമുള്ളതാണ് എന്ന് പഠിപ്പിക്കപ്പെടാത്തൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വാതന്ത്ര്യം എന്നുള്ളതിന് യാതൊരു അതിർവരമ്പുകളും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അവിടെയാണ് പുതിയ കാലത്ത് നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സംവിധായകൻ, അദ്ദേഹം ഒരു സിനിമ ഇറക്കിയപ്പോൾ പറഞ്ഞൊരു വാക്ക്, അദ്ദേഹത്തിന് സിനിമ കണ്ട് കേരളത്തിൽ ഒരു 10 ഡിവോഴ്സ് എങ്കിലും അധികം സംഭവിച്ചു കഴിഞ്ഞാൽ അതിലാണ് ഞങ്ങളുടെ സിനിമയുടെ വിജയം എന്നാണ്. ഞാനത് ഇങ്ങനെ തന്നെ കോട്ട് ചെയ്ത് പറയാനുള്ള കാരണം, സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങൾക്ക് ഇപ്പുറം കാണുന്ന കാഴ്ചകളും വാർത്തകളും എല്ലാം ഇതിനോട് കൃത്യമായും നീതി പുലർത്തുന്ന വാർത്തകളാണ്. എന്താണ്? 2021 മുതൽ 2024 വരെയുള്ള കേരള പ്ലാനിംഗ് ബോർഡിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ കുത്തനെ ഡിവോഴ്സ് റേറ്റ് കൂടി. കുടുംബ ബന്ധം തകരുന്ന, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും വേർപിരിയുന്ന ആ ഒരു പ്രക്രിയ കുത്തനെ വർദ്ധിച്ചു എന്ന് കണക്കുകൾ പറയുന്നു. അത് വെറുതെ 21-ാം നൂറ്റാണ്ടിന്റെ ഒരു പ്രത്യേകതയായി ചേർക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. മറിച്ച് കൃത്യമായ ആസൂത്രിതമായ ചില പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. കുടുംബത്തിന്റെ ഒരു പരിധിയിലും പരിമിതിയിൽ നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് അവകാശം ലഭിക്കുന്നില്ല എന്നും അവർ അടിച്ചമർത്തപ്പെടുന്നു എന്നുമുള്ള വാദം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, മറുഭാഗത്ത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി അമിതമായ ഭാരം അവൻ ഏറ്റെടുക്കുകയാണെന്ന ചിത്രം മറുഭാഗത്ത് പ്രചരിപ്പിക്കപ്പെടുന്നു. മക്കളുടെ ചെവിയിലേക്ക് നിങ്ങൾ ഉപ്പയെയും ഉമ്മയെയും അച്ഛനെയും അമ്മയെയും കേൾക്കേണ്ടവരല്ല എന്നും നിങ്ങൾ സ്വതന്ത്രമായി ജീവിക്കേണ്ടവരാണ് എന്നുമുള്ള തുടർച്ചയായ പ്രഘോഷണങ്ങൾ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായും പതിയെ പതിയെ മനുഷ്യബുദ്ധിയിൽ അത് കോഡ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴേക്കും നമ്മൾ ഒരു തലമുറ വരെയും സ്വീകരിച്ചിരുന്ന ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്, ഈ ഒരു സംവിധാനം നിലനിന്ന് പോകാനുള്ള കൃത്യമായ ഒരു ചിന്ത, ഉൾക്കാഴ്ച അതൊന്നുമില്ലാതെ എന്തുമേതും നടപ്പിലാക്കാൻ, അതൊക്കെ പൊട്ടിച്ചെറിയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇവിടെ വിളംബരം ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ അവസാനിച്ചു സുഹൃത്തുക്കളെ? ഇല്ല. അങ്ങനെ കുടുംബ സംവിധാനത്തെക്കുറിച്ച് അത് തകർക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ മൗനം പാലിക്കുന്നത്? ആ മൗനത്തിലും വലിയൊരു കുറ്റമുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ ഫാമിലി കോൺഫറൻസ് എന്ന പേരിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത്തരം ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ കുടുംബം തകരുക എന്നത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. ഇവിടെയുള്ള മുഴുവൻ വിശ്വാസികളുടെയും, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും, മനുഷ്യപ്പറ്റുള്ള എല്ലാ മനുഷ്യരുടെയും
അടിസ്ഥാനപരമായ തേട്ടമാണ് കുടുംബം എന്നത്. പക്ഷേ ആ കുടുംബത്തെ തകർക്കുമ്പോൾ പോലും എന്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ മൗനം പാലിക്കുന്നു എന്നതിന്റെ ഉത്തരം അവർക്കടക്കം ഉത്തരം മുട്ടിപ്പോയി എന്നുള്ളതാണ്. അവിടെയാണ് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കാനുള്ളത്. എന്താണ് പരിശുദ്ധ ഖുർആൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ വമിൻ ആയാതിഹി അൻ ഖലഖലകും, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അൻ ഖലഖലകും, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. എങ്ങനെ? മിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇണകളാക്കി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ലോകത്തെ മുഴുവൻ ജീവജാലങ്ങളെയും അള്ളാഹു അങ്ങനെയാണ് പടച്ചിട്ടുള്ളത്. ആ ഇണകളാക്കി സൃഷ്ടിച്ചിട്ടോ അള്ളാഹു പറയാണ് വജഅൽനാകും മവദ്ദതൻ വറഹ്മ, നിങ്ങളുടെ ഇടയിൽ പരസ്പരം സ്നേഹവും കാരുണ്യവും പകരുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു സംവിധാനം എന്നാണ്. പക്ഷേ ആ ഒരു കൃത്യമായ ആശയടിത്തറ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഇത്തരം പ്രഘോഷണങ്ങൾക്ക് മുൻപിൽ ഉത്തരമുട്ടിപ്പോകുന്ന ഒരു ജനവിഭാഗത്തെയാണ് നമ്മൾ മറുഭാഗത്ത് കാണുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ കുടുംബത്തെ, ഈ വിവാഹ സങ്കല്പത്തെ നിലനിർത്തുക എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി മാറേണ്ട കാലഘട്ടമാണ് ഇത് എന്ന്. അവിടെ ഇന്ന് കുടുംബം ദുഷിച്ച സംവിധാനമായി മാറുന്നു എന്ന് പറയുന്ന ചില വാഗ്വാദങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നു. എത്രത്തോളം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഇന്ന് തുടർച്ചയായി കാണുന്ന കാഴ്ചയാണ് 20-30 വയസ്സായിട്ടും വിവാഹം വേണ്ട എന്ന് പറയുന്ന മക്കൾ. അവർ പ്രധാനമായും പറയുന്ന വാക്ക് ഞങ്ങളുടെ കരിയറൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, ഞങ്ങൾ കൃത്യമായിട്ടൊന്ന് സെറ്റിൽഡ് ആയിട്ട് സ്വന്തം കാലിൽ നിന്നിട്ട് ഞങ്ങൾ അതിനൊക്കെ പ്രവേശിക്കാമെന്നാണ്. ഈ വാദം എവിടെ നിന്നാണ് വന്നത്? ഇത് വരാനൊരു കാരണമുണ്ട്. എന്താണ്? കുടുംബ സംവിധാനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, വിവാഹത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ മുഴുവൻ സ്വാതന്ത്ര്യവും അവസാനിക്കുമെന്നും ആ സ്വാതന്ത്ര്യം അവസാനിക്കുന്നതോടുകൂടി തങ്ങൾക്ക് മറ്റൊരാളുടെ കീഴിൽ മറ്റൊരാളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുമെന്നുമുള്ള പേടിയിൽ നിന്നാണ് അത് സൃഷ്ടിക്കപ്പെടുന്നത്. ഗ്യാമോഫോബിയ എന്നാണ് നമ്മൾ അതിനെ അക്കാഡമിക്കലി വിളിക്കുക. ഗ്യാമോഫോബിയ, വിവാഹ വിരക്തി, വിവാഹ പേടി. ആ വിവാഹ പേടി ഉണ്ടാക്കാൻ ഇവിടെ വ്യത്യസ്തമായ സംവിധാനങ്ങളിലൂടെ ആ പണി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾ കാണുന്ന കാഴ്ചകളിൽ വ്യത്യസ്തമായ രൂപത്തിലാണ് ഈ പണിയെടുക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും സിനിമയിലോ സീരിയലിലോ രംഗങ്ങളിലൂടെ അവർ കാണിക്കുന്നത് അമ്മായിയമ്മയുടെ വലിയ ക്രൂരതകൾ ഏറ്റെടുക്കുന്ന, അതിന് അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു മരുമകളെ ആയിരിക്കും. അത് കാണുന്ന ഒരു കുട്ടി ആദ്യം അവന്റെ തലയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരാശയം, വിവാഹത്തിൽ പ്രവേശിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോവേണ്ടി വന്നാൽ എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അവിടെ അവസാനിച്ചില്ല. തൊട്ടപ്പുറത്ത് മറ്റൊരു സിനിമയുടെ സംവിധായകൻ പറയാണ്, സിനിമ എന്ന് പറഞ്ഞൊരു കുടുംബം എന്ന് പറയുന്നത് ഒരു ദുഷിച്ച സംവിധാനമാണ്. എന്തുകൊണ്ടാണ് ദുഷിച്ച സംവിധാനമാവുന്നത്? മനുഷ്യൻ എന്നുള്ളത് ആത്യന്തികമായി ഒരുപാട് പേരെ സ്നേഹിക്കാൻ കഴിവുള്ള മനുഷ്യനാണ്. അതിനെ ഒറ്റ വ്യക്തിയിലേക്ക് ചുരുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം. അങ്ങനെ ചോദിക്കുമ്പോൾ അടുത്ത ചിന്ത വരികയാണ്, അത് ശരിയാണല്ലോ, ക്യാമ്പസിലേക്ക് പോയാൽ പ്രണയിക്കാനുള്ള വലിയ സ്വാതന്ത്ര്യമുള്ളിടത്ത് എന്തിനാണ് വിവാഹം? അങ്ങനെയാണ് സഹോദരങ്ങളെ പതിയെ പതിയെ അവർ ഈ ആശയം ഏറ്റെടുക്കുന്നത്. അവിടെ അവസാനിച്ചോ? ഇല്ല. വിവാഹം അവസാനിക്കുന്നിടത്ത്, വിവാഹം വേണ്ട എന്ന് പറയുന്നിടത്ത് മറ്റ് ചില ആശയങ്ങൾ കൂടി കടന്നു വരുന്നുണ്ട്. അവിടെയാണ് ഇന്ന് വർദ്ധിച്ചു വരുന്ന ലിവിങ് ടുഗദർ പോലെയുള്ള, കൊഹാബിറ്റേഷൻ പോലെയുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ കടന്നു വരുന്നത്. എത്രത്തോളം ക്യാമ്പസ് ഇടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് ആൺ പെൺ ബന്ധങ്ങൾ ധാരാളം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവിടെ വിവാഹം മാത്രമാണ് കാണാത്തത്. എന്താണ് ആൺ പെൺ ബന്ധങ്ങൾ? അവർക്ക് വ്യത്യസ്തമായ പേരുകളാണ്. പണ്ട് നമ്മൾ കേട്ടിരുന്നത് ലവും അഫെയറും ഒക്കെ ആണെങ്കിൽ ഇന്ന് അതിന് ഒരുപാട് പേരുകളുണ്ട്. ഫ്ലേർട്ടേഷൻഷിപ്പ് എന്നും, സിറ്റുവേഷൻഷിപ്പ് എന്നും, സീസൺഷിപ്പ് എന്നും, ടെക്സ്റ്റ്ഷിപ്പ് എന്നും എല്ലാമുള്ള പേരിൽ നമ്മുടെ ക്യാമ്പസ് ഇടങ്ങളിൽ നടപ്പിലാക്കപ്പെടുന്ന ആശയങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ചിത്രം കുട്ടികൾക്ക് നൽകുന്നതാണ്. എന്താണ്? പ്രണയിച്ചോ, പക്ഷെ വിവാഹം വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, ശാരീരികമായ ലൈംഗികമായ ആവശ്യങ്ങളാണെങ്കിൽ അത് നിറവേറ്റാൻ വേണ്ടി നിങ്ങൾ വിവാഹം കഴിക്കേണ്ടതില്ല, മറിച്ച് അത് നിറവേറ്റിയാൽ മതി. ഇനിയോ വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് കുറെ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അത് പ്രശ്നമല്ല. സഹോദരങ്ങളെ, ഈ കാഴ്ച നേർക്കാഴ്ചയായി കാണണമെങ്കിൽ നമ്മൾ അധിക ദൂരമൊന്നും പോകണ്ട. നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ഒന്ന് യാത്ര ചെയ്താൽ മതി. ഇന്ന് ഒരു ക്യാമ്പസിൽ നിന്നും 10-12 വർഷം വിദ്യ സമ്പാദിച്ച് പുറത്തിറങ്ങുന്ന മക്കൾ ആ ക്യാമ്പസ് പരിസരങ്ങളുടെ ഏറ്റവും അടുത്ത കടറൂമുകളിലേക്കും അതിനിടയിലുള്ള ഇടനാഴികളിലേക്കും പോകുന്നത് ഇത്തരം കാഴ്ചകൾ കാണിക്കാനാണെങ്കിൽ അത് സ്വാഭാവികമായി നമ്മുടെ നഗരങ്ങളിൽ നടക്കുന്ന ഒരു കാഴ്ചയായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയക്കണമെന്നാണ് പറയുന്നത്. മുൻപ് ഒരുപക്ഷെ കൊച്ചിയിലോ കോഴിക്കോടോ തിരുവനന്തപുരത്തൊക്കെയാണ് നമ്മൾ അത്തരം വാർത്തകൾ കണ്ടിരുന്നത്. ഒരു കാലത്ത് 2017 കേരളത്തിൽ കിസ് ഓഫ് ലവ് എന്ന പേരിൽ ചുംബന സമരം നടത്തിയത്. ഇന്ന് ഇതാ കോഴിക്കോട് അങ്ങാടിയിൽ ബിക്കിനി സമരം എന്ന പേരിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നടക്കുന്നു. അവിടെയും അവസാനിച്ചോ? ഇല്ല. നമ്മുടെ ക്യാമ്പസ് ഇടങ്ങളിലേക്ക് പോകുന്നിടത്ത് അധ്യാപകർ പോലും ഭയക്കുന്ന ബന്ധങ്ങൾ കുട്ടികൾ സ്ഥാപിക്കുന്നു.
കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ ഡോക്ടർ, ഗൈനക്കോളജി ഡോക്ടർ, ഈ മലപ്പുറത്തെ അങ്ങാടിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഡോക്ടർ പറഞ്ഞത്, അനിയന്ത്രിതമായ രൂപത്തിൽ 18 വയസ്സിനും താഴെയുള്ള മക്കൾ അബോർഷന് വേണ്ടി കടന്നു വരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത്തരത്തിൽ കുടുംബ സംവിധാനം ഒരു ഭാഗത്ത് തകർക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് ആയിരക്കണക്കിന് അശ്ലീലതകൾ, ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത തിന്മകൾ വളർന്നു വരുമെന്ന്. അവിടെ നമ്മൾ പരിശുദ്ധ ഖുർആന്റെ കൃത്യമായ അധ്യാപനം ഏറ്റെടുക്കണം. എന്താണ് വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് അള്ളാഹു പറഞ്ഞതിന് ശേഷം അള്ളാഹു തൊട്ടെടുത്തു പറഞ്ഞു, അതെന്തിനു വേണ്ടിയാണ്? മവദ്ദത്തും വറഹ്മ, നിങ്ങൾക്ക് ഇടയിൽ പരസ്പരം കാരുണ്യത്തിന് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയുമാണ് എന്ന്. നമ്മൾ തിരിച്ചു പിടിക്കണം ആ സ്നേഹത്തെയും കാരുണ്യത്തെയും വിളമ്പുന്ന ആ കുടുംബ ജീവിതങ്ങളെ. അവിടെയും അവസാനിച്ചോ? ഇല്ല. അങ്ങനെ കുടുംബ സംവിധാനം അവസാനിക്കണമെന്ന് പറയുന്നിടത്ത് അവർക്ക് ഓരോ ബന്ധങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഒന്നാമത്തേതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കൾ പലപ്പോഴും ഉപദേശം ലവലേശം കേൾക്കാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം അവനോട് പറയുമ്പോഴേക്കിനും അവളോട് പറയുമ്പോഴേക്കിനും എൻ്റെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്ന, എന്നെ ആരും ഉപദേശിക്കാൻ വരേണ്ട എന്ന് പറയുന്ന, എൻ്റെ ശരീരമല്ലേ എൻ്റെ അവകാശമല്ലേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. എത്രത്തോളം? ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. നല്ല വിശ്വാസമുള്ള, ദീനുള്ള, കൃത്യമായ ഇസ്ലാമിക അധ്യാപനങ്ങൾ പാലിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന മക്കൾക്ക് പോലും ശരിയായി വസ്ത്രം ധരിക്കാൻ അറിയുന്നില്ല. തങ്ങൾ ധരിക്കേണ്ട വസ്ത്രം എന്താണ് എന്ന് ചെറുപ്രായം മുതൽ മദ്രസകളിൽ പഠിപ്പിച്ചിട്ട് പോലും സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും മുമ്പിലൂടെ അവന് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാനുള്ള അവകാശം ലഭിക്കുന്നിടത്ത് ഓരോ ദിവസവും രാവിലെ പുറത്തിറങ്ങുമ്പോൾ കണ്ണാടിയുടെ മുൻപിൽ മണിക്കൂറുകൾ നിന്നുകൊണ്ട് കോസ്മെറ്റിക്സ് സ്വന്തം മുഖത്ത് തേക്കുന്ന ആ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന വാദമാണെന്ത്? എൻ്റെ അവകാശമാണ്, എൻ്റെ ശരീരമാണ് എന്നുള്ളത്. അവർ ആ വാക്കൊന്നും നമ്മുടെ അടുത്ത് പറയില്ല, പക്ഷേ അവർ പറയും, നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. കുട്ടികളല്ലേ, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അതൊക്കെ എത്ര കാര്യമാക്കേണ്ട കാര്യമുണ്ടോ? ഇത് പറയുന്നിടത്ത് ആരംഭിക്കുന്നുണ്ട് ഈ പറഞ്ഞ തകർച്ച. സഹോദരങ്ങളെ, അവിടെയും അവസാനിച്ചോ? ഇന്ന് പുതിയ കണക്കുകൾ പറയുന്നത് ഓരോ വർഷവും ഈ പറഞ്ഞ കോസ്മെറ്റിക്സ്, നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് പെൺമക്കൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് വസ്തുക്കളുടെ ചെലവ് എന്ന് പറയുന്നത്, അതിന്റെ ഉൽപാദനം എന്ന് പറയുന്നത് $500 ബില്യൺ ആണ് എന്നാണ്. $500 ബില്യൺ. ഒരു വർഷം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 18 രാജ്യങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ആ 18 രാജ്യങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവിടെയുള്ള സകല സ്കൂളുകൾക്കും അധ്യാപകർക്കും കുട്ടികൾക്കും ടെക്സ്റ്റ് ബുക്കുകൾക്കും മുഴുവൻ ചെലവാക്കുന്ന പണം എന്ന് പറയുന്നത് വെറും 18 ബില്യണാണ്. ആ 18 ബില്യൺ 18 രാജ്യങ്ങൾ ചെലവഴിക്കുന്നിടത്താണ് $500 ബില്യൺ കച്ചവടം ഈ പറഞ്ഞ മേക്കപ്പ് ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി പുതിയ കാലത്ത് നടപ്പിലാക്കുന്നത്. എവിടെ നിന്ന് ആരംഭിച്ചു? പണ്ടെല്ലാം സ്വന്തം ചുണ്ടിൽ ചായം പുരട്ടി പുറത്തിറങ്ങുക എന്ന് പറയുന്നത് അപമാനമായി കണക്കാക്കുന്നിടത്ത് ഇന്ന് സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അതില്ലാത്ത കുട്ടികളെ തിരഞ്ഞു കണ്ടുപിടിക്കണം. പലപ്പോഴും നമ്മുടെ തൊട്ടടുത്തുള്ള എല്ലാ ഫാൻസി സ്റ്റോറുകളിലും ഇന്ന് കൊറിയൻ മാർക്കറ്റിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഇത്തരം പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. അത്തരം പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ മക്കൾ എങ്ങനെ വാങ്ങിക്കൂട്ടുന്നു? അതിനും ചില കാരണങ്ങളുണ്ട്. തുടർച്ചയായി സോഷ്യൽ മീഡിയയിലൂടെ തന്റെ സൗന്ദര്യത്തെക്കുറിച്ചും തന്റെ ആകാരവടിവിനെ കുറിച്ചുമുള്ള ചിത്രങ്ങൾ മാറ്റിക്കൊടുക്കുന്നുണ്ട്. സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞ് മഹാനടനെന്നും മഹാനടിയെന്നും വ്യത്യസ്തമായ ബോക്സ് ഓഫീസ് ചിത്രങ്ങൾ എന്നെല്ലാം പറഞ്ഞ പേരിലുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ ആ സിനിമകൾ മാത്രമല്ല ഇറങ്ങുന്നത്, ആ സിനിമകളുടെ പിറകിൽ ആയിരക്കണക്കിന് അശ്ലീലതകളും പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിലേക്ക് കുടുംബസമേതം മക്കളെയും കൂട്ടി തിയേറ്ററിൽ പോയി പുറത്തിറങ്ങുന്നത് യാതൊരു ലജ്ജയുമില്ലാതെ പുറത്തിറങ്ങുന്ന മുസ്ലിം സമുദായത്തെ കാണുന്നിടത്ത് നമ്മൾ ഭയക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ ഭയക്കണം. ആ സിനിമകളിലൂടെ നമ്മുടെ മക്കളുടെ തലച്ചോറിലേക്ക് കയറിയതാണ് തങ്ങളുടെ നിറം പോരാ എന്നത്. ഇവിടെ പലപ്പോഴും വലിയ രീതിയിൽ വാദിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. കറുപ്പിനെയും വെളുപ്പിനെയും നിങ്ങൾ എന്തിനാണ് വേർതിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ കറുത്ത ആളുകളെ കുറിച്ച് അനീതി കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ തന്നെ തൊട്ടടുത്ത സമയത്ത് ഈ ചായം പുരട്ടിക്കൊണ്ട് പുറത്തിറങ്ങും. കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് വലിയൊരു വിവാദം നടന്നത്. ഒരു സ്ത്രീ ഒരു നടനെ കുറിച്ച് കറുത്ത നടനാണ് എന്നെല്ലാം പറഞ്ഞ് ഈ കറുപ്പിനെ വലിയ രീതിയിൽ അവഹേളിച്ചു. വലിയ സാംസ്കാരിക പ്രഘോഷണങ്ങൾ ആരംഭിച്ചു. കമന്റ് ബോക്സുകളിൽ യുദ്ധം ആരംഭിച്ചു. ഏത് കാലത്താണ് ഈ സ്ത്രീ ജീവിക്കുന്നത്? പുതിയ കാലത്തും ഇങ്ങനെ വെളുപ്പിനെ കുറിച്ച് പറയുന്ന ആളുകളുണ്ടോ? പക്ഷേ ആ ആളുകൾക്കടക്കം അവരുടെ ഉള്ളിൽ ഈ പറഞ്ഞ ഇൻഫീരിയോറിറ്റി സൃഷ്ടിക്കാൻ സാധിച്ചത്
ഈ പറഞ്ഞ സിനിമകളുടെ ആവിർഭാവത്തോടു കൂടിയാണ്. ആ സിനിമകളെ പോലും ലജ്ജയില്ലാതെ കാണുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം, ഈ ഉമ്മത്ത് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിഗൗരവകരമായി നമ്മൾ ഭയക്കണം എന്നുള്ളതാണ്. അവിടെയും അവസാനിച്ചോ? ഇല്ല. പലപ്പോഴും ഇത്തരം തെറ്റായ ചിത്രങ്ങൾ നമ്മുടെ ആശയാടിസ്ഥാനങ്ങളെ, നിലപാടുകളെ മാറ്റുന്നു. എങ്ങനെയാണ്? സ്വാഭാവികമായും ഈ പറഞ്ഞ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന് കൃത്യമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല. പലപ്പോഴും സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ പുരുഷന്മാരുടെ വസ്ത്രത്തെക്കുറിച്ചോ അവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചോ യാതൊരു രീതിയിലും ചർച്ചയും നടക്കുന്നില്ല. ഒരു സ്ത്രീക്ക് ഹിജാബ് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണോ അതേ പ്രാധാന്യം പരിശുദ്ധ ഖുർആൻ ഒരു പുരുഷന്റെ വസ്ത്രത്തിന് നൽകിയിട്ടുണ്ട്. അതേ പ്രാധാന്യം ഒരു പുരുഷന്റെ കാഴ്ചപ്പാടിന് ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ജിൽബാബിനെ കുറിച്ച് പറഞ്ഞിടത്ത്, ഒരു സ്ത്രീ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞിടത്ത് തൊട്ടടുത്ത് കൃത്യമായും പഠിപ്പിച്ചത് ആ വസ്ത്രധാരണം അവിടെ അവസാനിക്കുന്നതല്ല, പുരുഷന്റെ കാഴ്ചയിലൂടെ അവസാനിക്കുന്നതാണ്. അങ്ങനെ ഓരോ വിഷയത്തെയും പഠിപ്പിച്ചെടുത്ത് നമ്മൾ ഇന്ന് പുതിയ കാഴ്ച എന്താണ് കാണുന്നത്? വസ്ത്രധാരണത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്ത, എന്ത് യാത്രകൾക്ക് പോകുമ്പോഴും കുടുംബസമേതം യാത്ര ചെയ്യുമ്പോൾ എന്ത് വസ്ത്രം ധരിച്ചാലും അത് പ്രശ്നമില്ല എന്നിടത്തേക്ക് നമ്മൾ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇതെല്ലാം പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല, വളരെ കൃത്യമായ പ്രക്രിയയിലൂടെ ആസൂത്രിതമായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കപ്പെട്ടതാണ് എന്നതാണ്. അവിടെയും അവസാനിക്കുന്നില്ല. മക്കളെക്കുറിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണെങ്കിൽ ഇന്ന് മുതിർന്നവരെ കുറിച്ചും കാഴ്ചപ്പാട് മാറി. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യുക്തിവാദി നേതാവ് പറയാണ്, പ്രായമായവരെ നോക്കുക എന്ന് പറഞ്ഞാൽ, വൃദ്ധരായ ആളുകളെ സഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ചടങ്ങാണ്, അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 10-50 വയസ്സായ ചെറുപ്പക്കാർ എന്തിനാണ് ഈ 80-70 വയസ്സുള്ള വൃദ്ധന്മാരെ പോറ്റി നടക്കാൻ, അവരെ നോക്കി നടക്കാനുള്ള അവസ്ഥ അവർക്ക് എന്തിനാണ്? അവർക്ക് പൂർണ്ണമായി ഈ ജീവിതം ആസ്വദിച്ചുകൂടെ? ആ സമയം കൂടി അവർക്ക് ആസ്വാദനത്തിന് സമയം കണ്ടെത്തിക്കൂടെ? അതുകൊണ്ട് വൃദ്ധന്മാർക്ക് വേണ്ടി വൃദ്ധസദനങ്ങൾ ധാരാളമായി ആരംഭിക്കണമെന്ന് ഇത്തരം ആളുകൾ പറഞ്ഞു കൂട്ടുന്നുണ്ട്. ഇത് നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾ ഈ വർത്തമാനം കേട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കേട്ടോളൂ. നമ്മുടെ കേരളക്കരയിൽ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കിടയിൽ അനിയന്ത്രിതമായ രൂപത്തിൽ വൃദ്ധസദനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല. ഈ കാഴ്ചകൾ നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ മക്കൾ കാണുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എന്താണ് നടക്കുന്നത് നമ്മൾ അറിയണം. പലപ്പോഴും ജീവിതം എല്ലാം ആസ്വദിക്കാനുള്ളതാണ് എന്നും, യോളോ എന്നും, യു ഓൺലി ലിവ് വൺസ് എന്നും, പൂർണ്ണമായി ആസ്വദിക്കാനുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നും അതിന് മാക്സിമം പബ്ബുകളും ബാറുകളും ആരംഭിക്കണമെന്നും എല്ലാമുള്ള വാദങ്ങൾ പറയുന്നിടത്ത് അവർക്ക് ആസ്വാദനങ്ങൾക്ക് തടസ്സമായ രക്ഷിതാക്കൾ, അവർക്ക് ആസ്വാദനങ്ങൾക്ക് തടസ്സമാണ് വൃദ്ധരായ ആളുകൾ. സ്വാഭാവികമായും ആ വൃദ്ധരായ ആളുകളെ നോക്കാനുള്ള വൃദ്ധസദനങ്ങൾ ധാരാളമായി ആരംഭിക്കണമെന്ന വാദം മറുപുറത്ത്. ഞാൻ പറഞ്ഞു വന്നത്, കുടുംബ ബന്ധങ്ങളിലെ ഡൈവേഴ്സ് റൈറ്റിന്റെ ആധിക്യം മുതൽ നമ്മുടെ മക്കളുടെ ഈ മൈ ബോഡി മൈ റൈറ്റ് എന്ന അവകാശ പ്രഘോഷണങ്ങൾ മുതൽ ഈ പറഞ്ഞ വൃദ്ധസദനങ്ങൾ വരെയും കൃത്യമായും ഈ പറഞ്ഞ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാട് പങ്കുവെക്കാറുണ്ട്. സുഹൃത്തുക്കളെ, മറ്റൊരു വിശ്വാസത്തിലുള്ള, ഏതെങ്കിലും ഒരു വിശ്വാസത്തിലുള്ള ഒരു വ്യക്തിയോട് എന്തിനാണ് മാതാപിതാക്കളെ നോക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് അവരുടെ ഉത്തരം? ബന്ധമല്ലേ, അത് നമ്മൾ ജനിപ്പിച്ച രക്ഷിതാക്കളല്ലേ? തീർച്ചയായും അത് നല്ല ഉത്തരമാണ്. പക്ഷേ ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബ് അവന് നൽകുന്ന ബാധ്യതയാണത്. അതുകൊണ്ടാണ് വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. വഖദാ റബ്ബുക അല്ലാ തഅബുദൂ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ്, റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത് ഖുർആൻ പറഞ്ഞ വാക്ക് വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കളെ അവർ വാർദ്ധക്യത്തിലെത്തിയാൽ വഹ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, അവർക്ക് നീ കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണമെന്നാണ്. ഈ ആശയത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് സഹോദരങ്ങളെ ഇത്തരം വൃത്തികെട്ട അശ്ലീലമായ ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക, നമുക്ക് കേൾക്കാൻ സാധിക്കുക? ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ കൃത്യമായ ആശയ അടിത്തറയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സംവിധാനത്തെ നിലനിർത്താനുള്ള പരമാവധി ശ്രമങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഇനി അവിടെയും അവസാനിച്ചോ? ഇല്ല. ഈ കുടുംബ ബന്ധങ്ങളുടെ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു മനുഷ്യന്റെ സൽസ്വഭാവമാണ്. ആ സൽസ്വഭാവത്തെ തകർത്തെറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ് ലഹരി എന്ന് പറയുന്നത്. ഇന്ന് ലഹരിക്ക് വേണ്ടിയുള്ള പ്രഘോഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കഴിഞ്ഞ ഒരു തലമുറ വരെയും ലഹരി ഇല്ല എന്ന് നമുക്ക് ആർക്കും വാദമില്ല. ഈ ലോകം ഇന്നോളം ജീവിച്ചിരുന്ന എല്ലാ തലമുറയിലും നമുക്ക് ലഹരിയുടെ സാന്നിധ്യം കാണാൻ സാധിക്കും. എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾ, നിങ്ങളുടെ ചെറുപ്രായത്തിൽ ഇവിടെ വ്യത്യസ്തമായ ലഹരികൾ കച്ചവടം ചെയ്ത കണക്കുകളും കഥകളൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. പക്ഷേ
പുതിയ കാലത്ത് ആ ലഹരി പോലും ന്യായീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയെന്നുള്ളതാണ്. ലഹരി ഉപയോഗിക്കുമ്പോൾ ഒരു ലജ്ജയില്ലാത്ത അവസ്ഥയിൽ, ലഹരി ഉപയോഗിക്കുമ്പോൾ അത് സ്വകാര്യമായി ഉപയോഗിക്കുക എന്ന മാന്യത പോലും, ആ പറഞ്ഞ ഒരു മിനിമം ബേസിക് ആയ മാനേഴ്സ് പോലും തകർത്തെറിഞ്ഞുകൊണ്ട് ലഹരി ഉപയോഗിക്കൽ ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാവുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന ക്യാമ്പസുകളിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കൾ 10-12 വർഷം പഠിച്ച് +2 കഴിഞ്ഞ് അവൻ പോകുന്ന ക്യാമ്പസിൽ പോയിട്ട് ഒരു മൈക്ക് എടുത്ത് ചോദിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന നിയമം എന്താണ്? അപ്പോൾ നമ്മുടെ കുട്ടികൾ പറയാണ്, കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യണം, കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യണം. സഹോദരങ്ങളെ, അവന്റെ വായിൽ അത് വെറുതെ വന്നതല്ല. ഇവിടെ ഓരോ ദിവസവും ഉടലെടുക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ, റാപ്പേഴ്സ് എന്ന പേരിൽ, ഗെയിം സ്ട്രീമേഴ്സ് എന്ന പേരിൽ വരുന്ന ഒരുപാട് സെലിബ്രിറ്റികളുണ്ട്. വേടൻ എന്നും ഡാപ്സി എന്നും തൊപ്പി എന്നും എന്ന പേരിൽ നമ്മുടെ നാട്ടിലേക്ക് എഴുന്നള്ളിക്കുന്ന ഇത്തരം ഇൻഫ്ലുവൻസേഴ്സ് അവർ കൊണ്ടുവരുന്ന ആശയമാണത്. അതുകൊണ്ടാണ് കഞ്ചാവൊക്കെ ഇന്ന് ലഹരിയുടെ പുറത്താണുള്ളത്. ഒരു കാലത്ത് മദ്യവും പുകവലിയും വലിയ ലഹരിയാണ് എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയിരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ പോലും ഇന്ന് രാസലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മദ്യത്തെയും പുകവലിയൊക്കെ സൈഡിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇന്ന് മദ്യവും പുകവലിയൊന്നും ലഹരിയുടെ കണക്കിലേ പട്ടികയിലേ ഇല്ല. അതൊക്കെ പതുക്കെ പുറത്തേക്ക് വെച്ച് ഇന്ന് രാസലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ്. നമ്മൾ പറയുന്നു, ഏതളവിലുള്ള എത്ര ചെറിയ ലഹരി ആവട്ടെ, അത് ഹംറാണോ, അത് മനുഷ്യന്റെ ബുദ്ധിയെ മയക്കുന്നതാണോ, അത് നിഷിദ്ധമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ഖംറിന്റെ, ഈ മദ്യത്തിന്റെ, ഈ ലഹരിയുടെ എന്തെല്ലാം അംശങ്ങളുണ്ടോ അതെല്ലാം ശൈത്താനിയത്താണ്, പൈശാചികമാണ് എന്ന്. ആ പൈശാചികമാണ് എന്ന് പറഞ്ഞ മതത്തിന്റെ വക്താക്കൾക്ക് മാത്രമേ ആ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മറുപുറത്ത് നമ്മൾ എന്താണ് കാണുന്നത് സുഹൃത്തുക്കളെ? ഓരോ ദിവസവും കുടിച്ച് ലക്ക് കെട്ട് മദ്യപിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന അച്ഛനുള്ള വീടുകൾ നമ്മുടെ നാട്ടിൽ വളരെ സ്വാഭാവികമായി കാണുന്നു. എന്നാൽ അവിടെ നിന്നും മാറി മക്കൾ പോലും അത്തരം ലഹരിയിൽ അടിമപ്പെട്ട് വർദ്ധിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ വർഷത്തെ കേരള എക്സൈസ് ബോർഡിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ 1440 ഹൈസ്കൂൾ പരിസരങ്ങളിൽ സിന്തറ്റിക് ലഹരികൾ അവൈലബിൾ ആണ് എന്നാണ്, ലഭ്യമാണ് എന്നാണ്. എന്താ സിന്തറ്റിക് ലഹരി? MDMA പോലെയുള്ള അത്തരം പേരുകൾ പൊതുവിടങ്ങളിൽ പറയരുതെന്ന് നമ്മൾ പറയാം. അത്തരത്തിലുള്ള വ്യത്യസ്തമായ ലഹരികൾ, ആ ലഹരികൾ നമ്മുടെ കുട്ടികളുടെ കൈയെത്തുന്ന ദൂരത്തിൽ ലഭ്യമാണ് എന്ന് മാത്രമല്ല, അതിലെ ഒരു ലഹരി 1 മിനിറ്റ് നുകർന്നു കഴിഞ്ഞാൽ 12-18 മണിക്കൂർ വരെ പൂർണ്ണമായ അബോധാവസ്ഥയിലേക്ക് മാറ്റപ്പെടാൻ സാധിക്കുന്ന മാരകമായ ലഹരികളാണ് ഇത്തരം ലഹരികൾ. ആ ലഹരികളാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് അവരുടെ ക്യാമ്പസ് പരിസരങ്ങളിൽ കാണുന്നത്. അത് കാണുന്നത് മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് പ്രകാരം 18 വയസ്സിന് താഴെയുള്ള 4000 കുട്ടികളെയാണ് കേരളത്തിലെ വ്യത്യസ്തമായ ഡി അഡിക്ഷൻ സെന്ററുകളിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആരും വിചാരിക്കേണ്ട കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കോവിഡിന്റെ 2 വർഷം കൊണ്ട് കുട്ടികളൊക്കെ ചിന്തയാകെ മാറിയതാണ് എന്ന്. അങ്ങനെ കോവിഡിന്റെ ലോക്ക്ഡൌൺ വന്നതുകൊണ്ട് മാത്രം സംഭവിച്ചതല്ല അത്. മറിച്ച് കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. എല്ലാ രീതിയിലുള്ള നമ്മുടെ ക്രയവിക്രയങ്ങളും നമ്മുടെ പരസ്പരമുള്ള ഇടപെടലുകളും മൊബൈൽ ഫോണിലേക്ക് മാറി. 2 വർഷം കൊണ്ട് നമ്മുടെ കുട്ടികൾക്കെല്ലാം സുലഭമായി മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കുന്ന, അങ്ങനെ മൊബൈൽ ഉപയോഗിച്ചാൽ തന്നെയും അത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ, ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊന്നും ചോദിക്കാൻ പറ്റാത്ത രൂപത്തിൽ മാറ്റപ്പെട്ടതോടുകൂടി പിന്നീട് സോഷ്യൽ മീഡിയ ആപ്പുകളിലേക്ക് അവർ കയറി ചെന്നു. ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളിൽ 8, 7, 6 വയസ്സുള്ള കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഈ ഇൻസ്റ്റഗ്രാമും ഈ ഫേസ്ബുക്കും ഈ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കരുത് നമുക്ക് ആർക്കും വാദമില്ല. പക്ഷേ അത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ചില പ്രായപരിധികളുണ്ട്. ഇന്ന് ലോക രാജ്യങ്ങൾ തിരിഞ്ഞു നടക്കുന്നു. ഓസ്ട്രേലിയ എന്ന രാജ്യം 14 വയസ്സിന് താഴെ മൊബൈൽ ഉപയോഗം നിരോധിച്ചുകൊണ്ട് സർക്കുലർ പുറത്തിറക്കുന്നു. ലോകത്തെ വ്യത്യസ്തമായ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതേ സർക്കുലർ പുറത്തിറക്കി. അമേരിക്കൻ ഇടനാടുകളിൽ ഇത്തരത്തിലുള്ള ശക്തമായ നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് 15 വയസ്സിന് താഴെയാണെങ്കിൽ ആ മൊബൈൽ സ്ക്രീനിൽ കൃത്യമായ ചില നോട്ടിഫിക്കേഷൻസ് വരും. അതിനപ്പുറത്തേക്ക് അവന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അക്കൗണ്ട് എടുക്കേണ്ടവരല്ല അവർ എന്ന് കൃത്യമായും അവർ നിയമപരമാക്കി. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്നും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത രക്ഷിതാക്കൾ 2-3 വയസ്സ് പ്രായത്തിലാണ് പലപ്പോഴും ഇത്തരം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കുന്നത്. അത്തരം മൊബൈൽ ഫോണിലൂടെ അവർ കേൾക്കുന്ന കേൾവികൾ, അവർ കാണുന്ന കാഴ്ചകൾ അവരെ ബാധിക്കും സുഹൃത്തുക്കളെ. ആ ബാധിക്കുന്ന കാഴ്ചകളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു റിയാലിറ്റി ഷോ.
മഹാനടൻ എന്നറിയപ്പെടുന്ന ആ നടൻ റിയാലിറ്റി ഷോയിലെ ആങ്കറായി പറഞ്ഞത് ഈ പറഞ്ഞ വളരെ വൃത്തികേടെന്ന് നമ്മൾ പറയാറുള്ള സ്വവർഗ വിവാഹം പോലെയുള്ള സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കാമെന്ന വൃത്തികെട്ട വാദത്തെ, മ്ലേച്ഛമായ വാദത്തെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിയെന്ന് മാത്രമല്ല, കേരള പരിസരത്ത് മുസ്ലിം കുടുംബങ്ങളിൽ പോലും അതിനെക്കുറിച്ചുള്ള കേൾവികൾ ആരംഭിച്ചു. ഒരു ഭാഗത്ത് ഇത്തരം റിയാലിറ്റി ഷോയിലൂടെയാണ് ഈ ചിന്തകൾ വന്നതെങ്കിൽ ഈ പറഞ്ഞ LGBTQIA+ എന്ന സ്വവർഗ വിവാഹം അടക്കം ആണിനും പെണ്ണിനും വിവാഹം കഴിക്കാമെന്ന ചിന്തയിൽ നിന്നും മാറി ഒരാണിന് പെണ്ണായി തോന്നിയാൽ അവനെ പെണ്ണായി അംഗീകരിക്കണമെന്നും ഒരു പെണ്ണിന് ആണായി തോന്നിയാൽ അവൻ ആണായി അംഗീകരിക്കണമെന്നും അവിടെയും നിന്നില്ല. ഖുർആൻ ബൽഹും അദൽ കൽഹും അൻആം എന്ന് പറഞ്ഞ നാൽക്കാലികളെ പോലെയാണെന്ന് പറഞ്ഞ, സ്വന്തമായി എനിക്ക് ഒരു പട്ടിയായി നായയായാണ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ, തിരിച്ചറിയേണ്ടതെങ്കിൽ എന്നെ അങ്ങനെ അംഗീകരിക്കണമെന്ന് പറയുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ കേരള പരിസരത്തുണ്ട്. അവിടെയും അവസാനിച്ചോ? ഇല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് എന്ന്. കേരള സർക്കാർ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ പാഠപുസ്തകങ്ങളിൽ കൃത്യമായി നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഈ ആശയം പഠിപ്പിച്ചു നൽകുന്നു. എന്താണ് ആശയം? 8ാം ക്ലാസ്സിന്റെയും 9ാം ക്ലാസ്സിന്റെയും സാമൂഹ്യ പാഠശാസ്ത്രം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. അവരുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 9ാമത്തെയോ 8ാമത്തെയോ പാഠം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലിംഗവിവേചനമില്ലാത്ത ലോകത്തേക്ക്. എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുടുംബത്തിൽ നിന്നും സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥിയും നമ്മുടെ മക്കളും പഠിക്കുന്ന പാഠമാണ് ലൈംഗികത എന്ന് പറയുന്നത്. ലിംഗം എന്ന് പറയുന്നത് ആർജിത പദവിയാണ്. എന്താണ് ആർജിത പദവി? ഒരു മനുഷ്യൻ 18 വയസ്സ് കഴിഞ്ഞാൽ എഞ്ചിനീയർ ആവാ, ഡോക്ടർ ആവാന്നൊക്കെ പറയുമല്ലോ. അതുപോലെ നമുക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ആണാണോ പെണ്ണാണോ എന്ന്. ഇത് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ പഠിപ്പിച്ചു വിട്ടാൽ എന്താ സംഭവിക്കുക? നമ്മൾ ആലോചിക്കണം. നമ്മൾ ഒന്ന് യൂറോപ്പിലേക്ക് നോക്കിയാൽ മതി. നമ്മൾ പലപ്പോഴും പുരോഗമനത്തിന്റെ വലിയ ഇടങ്ങളാണ് എന്ന് പറയുന്ന യൂറോപ്യൻ നാടുകളിൽ ഇന്ന് ആ കാഴ്ചകൾ അവർ തിരിച്ചു നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. 10-50 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരം വാദങ്ങൾ അവിടെ സുലഭമായിരുന്നു. ഒരു കാലത്ത് ആണും പെണ്ണും ഒന്ന് ഇടപെട്ടാൽ എന്താ പ്രശ്നം, അടുത്തിരുന്നാൽ എന്താ പ്രശ്നം, ഒന്ന് ഇടപഴകിയാൽ എന്താ പ്രശ്നം, സുഹൃത്തുക്കളല്ലേ, ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ എന്നെല്ലാം ചോദിച്ചിരുന്ന അതേ നാട്ടിൽ തന്നെ ഇന്ന് അതിനെതിരെയുള്ള നിയമങ്ങൾ ആരംഭിക്കുന്നു. ശക്തമായിക്കൊണ്ട് ലോകത്തെ ഏകദേശം വെറും 18-17% രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് 195 രാഷ്ട്രങ്ങളിലെ ബാക്കി 180 രാജ്യങ്ങളും ശക്തമായി എതിർക്കുന്ന ഈ വൃത്തികേടിനെ, ഈ മ്ലേച്ഛതയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന മലയാള ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും ഇത്തരം ആളുകൾ ഇൻജക്ട് ചെയ്യുന്നത്. ഇത് ഗൗരവത്തിൽ കാണേണ്ടതല്ലേ? ഇത് നമ്മളല്ലാതെ മറ്റാരാണ് ചർച്ച ചെയ്യുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള വാദങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. പക്ഷേ ഈ വാദങ്ങളെല്ലാം ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അറിയേണ്ട മറ്റൊരു വസ്തുത, ഇതിനെയെല്ലാം പുതിയ കാലത്ത് അവതരിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ ഫാഷിസം നമ്മോട് വന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, ഇവിടെ BJP എന്ന് പറയുന്ന ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും ഇടപെടലുകൾ വരുമ്പോൾ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്ന സമുദായം തന്നെ പലപ്പോഴും അതിന് മറുപുറത്ത് ഇത്തരത്തിലുള്ള ഈ ലിബറൽ വാദങ്ങൾ വരുന്നിടത്ത് കൈയും കെട്ടി നോക്കിയിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. എത്രത്തോളം നമ്മുടെ നാട്ടിൽ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നിയമം വന്നാൽ നമ്മൾ ശക്തമായി പ്രതിരോധിക്കും. നമ്മൾ കൃത്യമായ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടത്തും, അവകാശത്തിന് വേണ്ടി പോരാടും. എന്നാൽ ഇത്തരം ആളുകൾ ഹിജാബ് നിരോധിക്കല്ല ചെയ്യുക. അവർ പറയും ഈ കാലത്തും ഈ 20ാം നൂറ്റാണ്ടിലും ഈ 21ാം നൂറ്റാണ്ടിലും നിങ്ങൾ ഈ 7ാം നൂറ്റാണ്ടിലെ 6ാം നൂറ്റാണ്ടിലെ ഈ പറഞ്ഞ പുസ്തകവും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാ ഈ തലമുടി മറക്കേണ്ട കാര്യം? അതൊക്കെ വെറുതെ പ്രാകൃതമായ ചിന്തകളല്ലേ? അതൊക്കെ അങ്ങ് അറേബ്യൻ നാട്ടിലെ ചിന്തകളല്ലേ എന്ന് ചോദിക്കുമ്പോൾ, മറുപുറത്ത് ഹിജാബ് നിരോധിക്കുമ്പോൾ പുറത്തിറങ്ങിയ ആളുകളെല്ലാം ഇത് കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ, അതൊരു പുരോഗമനാണല്ലോ, അത് പുതിയ കാലാണല്ലോ എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് മാറിയത് ഈ പറഞ്ഞ ലിബറൽ ഫാഷിസം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് മനുഷ്യന്റെ ഉള്ളിൽ നിന്നും പതിയെ മതത്തെ ഊരിയെടുക്കുന്ന ഈ ചിത്രം ഇന്ന് വർദ്ധിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദരങ്ങളെ, ലിബറലിസം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പഴകിയ ചിന്തകൾ എന്ന് പറയുന്നത്, പുതിയ കാലത്ത് എഴുന്നള്ളിക്കുന്ന ആളുകൾ അതിനെ ഒരു വീഞ്ഞ് പോലെ, പഴകിയ വീഞ്ഞിനെ പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കുന്നത് പോലെ വലിയ രീതിയിലെ പളുങ്ക് പാത്രത്തിലാണ് അവതരിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ LGBT എന്ന് പറയുന്ന ഇത്തരം വൃത്തികേടുകളെ പോലും നല്ലൊരു മഴവിൽ പതാകയൊക്കെ കെട്ടി നമ്മുടെ ക്യാമ്പസിൽ കെട്ടുമ്പോൾ ആർക്കും ഒന്നും തോന്നാത്തത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത് ഗവൺമെന്റ് ഇങ്ങനെ അച്ചടിച്ചിറക്കുമ്പോൾ അതിലൊന്നും പ്രശ്നമില്ല എന്ന് തോന്നുന്നത്. സഹോദരങ്ങളെ, പുതിയതെല്ലാം മിന്നുന്നതല്ല എന്നും അതിന്റെ എല്ലാം പൊള്ളത്തരങ്ങളെ പൊളിച്ചെടുക്കേണ്ടതാണ് എന്നും കൃത്യമായും അതിനെ അന്വേഷിക്കേണ്ടതാണ് എന്നുമുള്ള ബോധ്യത്തിൽ നിന്നായിരിക്കണം നമ്മുടെ കുടുംബ സംവിധാനത്തിന്റെ ആരംഭം.
അവിടെ കൃത്യമായും നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും റോളുകളുണ്ട്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ രക്ഷിതാക്കൾ നിലയ്ക്ക് ഞാനൊരു 3-4 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കൃത്യമായ ചില ജാഗ്രത ആവശ്യമാണ്. ആ ജാഗ്രതയിൽ ഏറ്റവും ആദ്യത്തേത് അവർ കാണുന്ന കാഴ്ചകളും അവർ കേൾക്കുന്ന കേൾവികളും എന്താണ് എന്ന് നമ്മൾ അറിയണം എന്നുള്ളതാണ്. നമ്മൾ കേൾക്കണമെന്നോ നമ്മൾ കാണണമെന്നോ ഞാൻ ആവശ്യപ്പെടില്ല, പക്ഷേ നമ്മൾ അറിയൽ നിർബന്ധമാണ് സഹോദരങ്ങളെ. നമ്മൾ അറിയൽ നിർബന്ധമാണ്. അവരെന്താണ് കാണുന്നത്, അവരെന്താണ് കേൾക്കുന്നത്, അവർക്ക് എന്തിലെല്ലാം അക്കൗണ്ടുകളുണ്ട്, അവർ എത്ര സമയം മൊബൈൽ ഫോണിൽ ചെലവഴിക്കുന്നുണ്ട്, കൃത്യമായ ധാരണ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വേണം. രണ്ടാമത്തേത്, പലപ്പോഴും ഈ പറഞ്ഞ ലിബറലിസം വരുന്നിടത്ത് എല്ലാവരുടെയും മനസ്സിലെ ചിന്തയാണ് ഇപ്പോഴത്തെ കുട്ടികളല്ലേ, കുട്ടികൾ ചെയ്യുമ്പോൾ എന്തിനെ എതിർക്കുന്നത്, നിസ്സാരവൽക്കരിക്കുന്ന സഹോദരങ്ങളെ. ദീനിന്റെ ആശയങ്ങളെ, ദീനിന്റെ അടിത്തറകളെ, ആദർശത്തെ ഒരിക്കലും നിസ്സാരവൽക്കരിച്ച് അത് കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം ലുഖ്മാൻ അലൈഹി ഇസ്ലാമിയുടെ പാഠം ഖുർആൻ പഠിപ്പിച്ചെടുത്ത് യാ ബുനയ്യ എന്ന് പറഞ്ഞ്, എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് ഖുർആൻ പഠിപ്പിച്ചത് മുഴുവൻ ലോകരക്ഷിതാവിന്റെ പാഠങ്ങളാണ്. ലാ തുശ്രിക് ബില്ലാ, ശിർക്ക് ചെയ്യരുത് എന്ന് യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ച് ലുഖ്മാൻ അലൈഹി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്സാരവൽക്കരിക്കാനുള്ള യാതൊരു ഗ്യാപ്പും ഇസ്ലാം നൽകുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഇത്തരം ആശയങ്ങൾ കടന്നു വരുന്നിടത്ത് പലപ്പോഴും നമ്മുടെ കുടുംബ ഇടങ്ങൾ അത്തരത്തിൽ മാറ്റപ്പെടുന്നു. നമ്മുടെ കല്യാണ വേദികൾ, നമ്മൾ പോകുന്ന ഇടങ്ങൾ, ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, സേവ് ദ ഡേറ്റ്, ഫോട്ടോഷൂട്ട് എന്നെല്ലാം പറഞ്ഞ് വിവാഹ വേദികൾ ഇത്തരത്തിലുള്ള കോലാഹലം സൃഷ്ടിക്കുന്ന, ഇത്തരത്തിലുള്ള ആഭാസങ്ങൾക്ക് വേദിയാവുന്ന, വിവാഹ തലേന്ന് പോലും ചെറുക്കന്റെയും പെണ്ണിന്റെയും ഉപ്പയും ഉമ്മയും ഡാൻസ് കളിച്ച് തുള്ളിച്ചാടുന്ന സാഹചര്യങ്ങളിൽ അവിടെ നിന്നും ശക്തമായി മാറി നിൽക്കാൻ, അതിൽ യാതൊരു അപമാനവും ഇല്ലാതിരിക്കാൻ നമുക്ക് കൃത്യമായ ഒരു ഇസ്സത്ത് വേണമെന്നുള്ളതാണ്. നാലാമത്തേത്, ഏറ്റവും അവസാനത്തേത്, സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രാർത്ഥന അനിവാര്യമാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ കുടുംബ ബന്ധം നിലനിൽക്കാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചതുപോലെയുള്ള സുന്ദരമായ പ്രാർത്ഥനകൾ നമ്മൾ ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒപ്പം ഇനി ഇതിനുശേഷം വരുന്ന സെഷനുകളിൽ കൃത്യമായ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന വ്യത്യസ്തമായ സെഷനുകൾ വരുമ്പോൾ ആ പരിഹാര നിർദ്ദേശങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കുകയും അത് കൃത്യമായി നമ്മുടെ നന്മകൾക്ക് വേണ്ടി ഉൾക്കൊള്ളുകയും ചെയ്യുക എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.